പ്രധാനമന്ത്രി ഇന്ത്യയിലെ പറഞ്ഞ നമുക്ക് മനസ്സിലായില്ല. പക്ഷെ മലയാളത്തിൽ വേറെ ആള് പറഞ്ഞു കൊടുത്ത് അപ്പോൾ അയാള് എന്റെ തോളും ഇങ്ങനെ പിടിച്ച് അമർത്തിയിട്ട് പേടിക്കേണ്ട ഇങ്ങനെ കാട്ടി. അതുപോലെ ഗോവേട്ടനും കാട്ടി. പിന്നെ ഒരു 12 ആയപ്പോ ചെറിയൊരു പൊട്ടി കിട്ടി. അപ്പോ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, വേറെ എന്തോ പൊട്ടായിരിക്കുന്നു, ആനയൊക്കെ വരുന്നല്ലേ. ഓ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മൂപ്പരെല്ലാം വെച്ച് പോയിട്ടുണ്ട്. ഇനി എന്തോ നമുക്കറിയില്ല. അപ്പോൾ 1 മണിയായപ്പോ രണ്ടാമത്തെ പൊട്ട് പൊട്ടി. രണ്ടാമത്തെ പൊട്ട് പൊട്ടിയപ്പോഴേക്കും എന്റെ അമ്മ, ഏട്ടൻ, അനിയൻ, അവരെ ഭാര്യ, മക്കൾ എല്ലാവരും പോയി. പറഞ്ഞത് 9 ആള് നഷ്ടപ്പെട്ടു, സ്ഥലം പോയി. സ്ഥലം നമുക്ക് വിഷയമല്ല, നമ്മളെ കുടുംബം പോലാണ് വിഷയം. നമുക്ക് ഇരിക്കാനും ഒരു താവരമൊന്നുമില്ല. ഒക്കെ തോട്ടം തൊഴിലാളി പണിയെടുക്കുന്നവരാ. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോഴാണ് എല്ലാം ദുഃഖം വരിക. ഇതുവരെ ആളും എല്ലാം ഉണ്ടായൊക്കെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മറന്നു. ഇനി നമ്മൾ സ്വന്തമായിട്ട് പോകുമ്പോൾ മുണ്ടക്കേക്ക് കടത്തി വീടില്ല, അവിടെ വീടില്ല, അവിടെ പൂട്ടി, ഫോറസ്റ്റ് പൂട്ടി. ഇനി ഞങ്ങൾക്ക് ഇരിക്കാനൊരു താവരമില്ല. എവിടെ പോകുന്നാണ് ഇപ്പോ. ഒരു ക്യാമ്പിൽ മാത്രം കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ വന്നത് ഞങ്ങളെ ക്യാമ്പൊക്കെ വന്നത്, ഞങ്ങൾ ഇരിക്കുന്ന ക്യാമ്പൊക്കെ താഴെ മുണ്ടക്കൈ ഞങ്ങൾ ഇരിക്കുന്ന ക്യാമ്പിലാണ് വന്നത്. അപ്പൊ അവിടെ വന്നിട്ട് അവിടെ ഞങ്ങളൊരു 12 ആളുണ്ട്. പിന്നെ അതിനായിട്ട് ഒരു റൂം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അമ്മ, അച്ഛനൊക്കെ പോയ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. അവരെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. മൂപ്പര് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പോയി. സംഭവം പോയി. പോകുമ്പോൾ എല്ലാവരോടും കൈകൊണ്ട് ഇങ്ങനെ കാട്ടി. 3ാമത്തെ പൊട്ടിയാൽ തന്നെ ഞങ്ങളെ വീട്ടിന്റെ താഴെ നിങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ പ്രധാനമന്ത്രി പ്രതികരണം എങ്ങനെയായിരുന്നു? തിരിച്ചും കൊണ്ട് നല്ല സന്തോഷത്തിലാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലെ 9 ആള് നഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കളും കഴിച്ചിലായി. ബാക്കിയൊക്കെ പോയി. അമ്മ പോയി, ഏട്ടൻ പോയി, ഏട്ടൻ്റെ ഭാര്യ പോയി, എല്ലാവരും പോയി. ഏട്ടത്തിയമ്മ, ഏളേച്ചി, മൂത്തച്ചി ഒക്കെ പോയി. എല്ലാവരും പോയി. ആരുമില്ല. വീട് ഈ തറ വരെ കാണൂല, ആരും കോലായി. അത് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ അയാളിങ്ങനെ പിടിച്ച് എൻ്റെ തോളും പിടിച്ച് അമർത്തി. അവിടെ മലയാളത്തിലൊരാളുണ്ട്, അവിടെ പറയാനുള്ള ആളുണ്ട്. അയാൾ പറഞ്ഞു, എല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ട് മൂപ്പര് അപ്പുറത്തെ റൂമിൽ പോയി. 4ാമത്തെ പൊട്ടിലാണ് ഞങ്ങളെ വീട്ടിന്റെ അടുത്തെത്തി. ആര്? മൂപ്പര് ഇന്ത്യയിലെ പറയണേ. എല്ലായിടത്തും വന്നു. അവിടെ ആകെ 12 ആളെ കണ്ട്. ഞങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ അകത്ത് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ച് 12 ആളെ കണ്ട് എല്ലാ സൗകര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അപ്പുറത്ത് സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. ഈ ഡോക്ടർമാരിരിക്കുന്ന അവിടെ കസോളകളൊക്കെ മാറ്റി ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ആക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ട് ഈ വീടും സ്ഥലവും കുട്ടികളും അമ്മയൊക്കെ പോയ ആൾക്കാരല്ലോ, അവരെ വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് അവരോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഇയാള് ചോദിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് കടത്തിവിടില്ലല്ലോ. അങ്ങനെ ചോദിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്കറിയില്ല. പറഞ്ഞപാടും മൂപ്പര് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ഈ നിങ്ങളിരുന്ന മുറിയിലും തൊട്ടപ്പുറത്തിരുന്ന മുറിയിൽ മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ? രണ്ടിടത്താണ് ആവശ്യം. ഞങ്ങളോടൊന്നും മിണ്ടിയില്ല. ഗോവേട്ടനോട് എന്തോ പറയണ്ടായി. പിന്നെ ഞാൻ ആവശ്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇരിക്കൊരു കൂര വേണമെന്ന് മാത്രം പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞു. അതേ മൂപ്പര് ഒരു മലയാളത്തിൽ ഒരാൾ പറയുന്നുണ്ട്. ആൾക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു, ഹിന്ദിയിൽ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആള് പറഞ്ഞു പേടിക്കണ. അപ്പൊ പറഞ്ഞു പേടിക്കണ, ഞാനുണ്ട് പറഞ്ഞു. കൂടെ ഞങ്ങളുണ്ട്. ഗോവേട്ടനും പറഞ്ഞു ഞങ്ങളുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട പറഞ്ഞു. എല്ലായിടത്തും പറഞ്ഞു. അല്ലല്ല, ഞങ്ങളോട് മാത്രം. ബാക്കി ആരോടും അവിടെയുള്ള ആർക്കും സംസാരിച്ചിട്ടില്ല. 12 ആൾക്കാരോട് മാത്രം. ഞാൻ മുണ്ടക്കയിലാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. എന്റെ പേര് അയ്യപ്പൻ എന്നാണ്. അപ്പോ ഓക്കെ 100. നമ്മളെ കേരള മന്ത്രി കക്കണേ, അയാൾ കക്കില്ലല്ലോ. അത് നമുക്ക് പ്രതീക്ഷിക്കാം, കിട്ടുന്നു. ഓക്കെ ആയിട്ട് എന്തോ പ്രധാനമന്ത്രി നമ്മളെ വഞ്ചിക്കൂല. എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലൊക്കെ സുനാമി ഇവിടെയൊക്കെ വന്നിട്ട് ഇന്നൊരു കൂര വരെ കിട്ടാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അവർക്കൊന്നും കിട്ടിയില്ല. കോടാനുകോടി ഇപ്പൊ ഫണ്ടിൽ വന്നിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇതിൽ എല്ലാവരും കണ്ണുറക്കണം എന്നാണ് ഞാൻ പറയുന്നത്.